നമ്മുടെ വണ്ടി നിൽക്കുന്ന നിപ്പ് കണ്ടോ, 2 ടയറും മേലെ നിൽക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓടിക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഹൊബാവോൻ്റെ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ഉണ്ടോ. ഇതാണ് സാധനം, 4 വീൽ ഡ്രൈവ് ആണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത മോഡലുണ്ടോ. ഇതുണ്ടോ എൻ്റെ ചേച്ചിയെ കണ്ടോ, ശരിക്കും റിയൽ കാറിൻ്റെ സെറ്റപ്പ് തന്നെ, ഓഫ് റോഡ് വണ്ടിയുടെ സെറ്റപ്പ് തന്നെ. അതേ ഫ്രണ്ടിൽ വിഞ്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സംഭവം ഇതൊരു ഹൊബാവോ ജി വാഗനാണ്. അതായത് ഈ ജി വാഗൺ എന്ന് അറിയാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ടിൽ ലോഗോ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈസൻസ്ഡ് ബോഡി അല്ല. അവർ അതായത് ബെൻസ് ലൈസൻസ് കൊടുത്തിട്ടില്ല ഈ ഒരു ബോഡിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ ലോഗോ ഒന്നും വെക്കാത്തത്. എനിക്ക് തോന്നുന്നു ട്രാക്സസിൻ്റെ ഒരു വണ്ടിക്ക് മാത്രമാണ് ഒരു ലൈസൻസ് കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു, ജി വാഗൻ്റെ. അപ്പോൾ ഇതിന് എംബ്ലമൊന്നും ഇല്ല കേട്ടോ, ജി വാഗനാണിത്, പഴയ ജി വാഗൻ. ഞാൻ ഇതിൻ്റെ ചേസ് ഊരി കാണിച്ചു കേട്ടോ ഗൈസ്. ഇതാണ് അതിൻ്റെ ചേസ് വരുന്നത് ഗൈസ്. ഇതിനകത്ത് 2S മോട്ടറാണ് ഞാനത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സെർവോ വെച്ചിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് സെർവോ. പിന്നെ ഇവിടെ ഇങ്ങനെ സെൻട്രലിലോട്ടാണ് കണക്ഷൻ വരുന്ന മോട്ടർ ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കണക്ഷൻ പോയി നേരെ ഗിയർ ബോക്സ് വഴി പോയിട്ട് ഇവിടുന്ന് പിന്നെയാണ് 2 വീലിലോട്ടും ഷാഫ്റ്റ് വഴി പോകുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഇവിടെ ബാറ്ററി ഇടാനുള്ള സെറ്റപ്പ്, ബെൽറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതെൻ്റെ പോസ്റ്റാണ് കേട്ടോ, ബോഡി പോസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെന്താ, ഇതിൻ്റെ അടിഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ളി മെറ്റലാണ്. റിയൽ ഒരു ജീപ്പിൻ്റെ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ തന്നെ ഉണ്ടോ. ഫുള്ളി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ, കിട്ടിയില്ല എൻ്റെ സാധനം. ഗൈസ്, ഇതാണ്ട് ഇതിൻ്റെ റിമോട്ട്. ഹൊബാവോ ഇതാണ് ഹൊബാവോ ബ്രാൻഡിൻ്റെ ഒരു ലോഗോ. ഇനി ഇതിനകത്ത് കുറേ എന്താണ് പറയുക, സ്പീഡിൻ്റെ കുറച്ച് കൺട്രോൾസൊക്കെ വന്നിട്ടുണ്ട്. സ്പീഡൊക്കെ നമുക്ക് ലോയിലും ഇതൊക്കെ ആയിട്ട് മാറ്റി ഇടാം. സ്പീഡിൻ്റെ എന്നൊക്കെ തനിയെ വണ്ടി പോകും. പക്ഷെ ഇത്രയും പതിയെ പോട്ടാണ് ഇങ്ങനെ ഈ വണ്ടി. അയ്യോ, എന്താണിത്, എന്താ പറ്റിയത്? സെറ്റായി ഗൈസ്. നമുക്കിനി ഇത് ഓടിച്ചു നോക്കാം. ഇത് ജി വാഗണെന്ന് പറയില്ലല്ലോ കണ്ടു കഴിഞ്ഞാൽ. ലോഗോ ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും. അയ്യോ, ഒരു സ്നാപ്പിൽ ചാടി കിടക്കും. ലോഗോ ഇല്ലാത്ത പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാത്തത് ഈ മറ്റേ ഫോഴ്സിൻ്റെ കൂർക്കയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഫോഴ്സിൻ്റെ കൂർക്കയുടെ ഒക്കെ ഒരു സെറ്റപ്പ്. സത്യം പറഞ്ഞത് ജി വാഗനാണ്. ഇത് മറ്റേ ബെൻസിൻ്റെ ലോഗോ ഇല്ലാത്ത പറഞ്ഞിട്ടോ. അതായത് ലൈസൻസ്ഡ് ബോഡിക്ക് മാത്രമേ അതായത് ഒരു വണ്ടിയുടെ ലോഗോയും സംഭവങ്ങളൊക്കെ അവർ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത് ഇവർക്കത് കിട്ടിയില്ല, കൊടുത്തില്ല. അതാണ് സംഭവം. ഇവരത് മേടിച്ചിട്ടുണ്ടാവില്ലായിരുന്നു. പഴയ ജി വാഗൺ കൂർക്കയാണ് ഗൈസ്. നമുക്ക് ഓടിക്കാം. നമുക്ക് കുറച്ച് നല്ല ചെളിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണേ. നമ്മളിപ്പോൾ വണ്ടി ഈ സ്ഥലത്തുനിന്ന് ആ കല്ലൊക്കെ ഉള്ള സ്ഥലത്തോട്ട് കയറ്റാൻ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നുണ്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ചാടി വേണം പോകാൻ നമുക്ക് നോക്കാം. ഓടം വരെ ഇറങ്ങി അതൊക്കെ കയറിയിട്ടാ. കമോൺ. ഓ ഗൈസ്, അവിടെ ചെറിയൊരു സ്റ്റക്ക്. സീൻ. ഓക്കെ, റൈറ്റ് എടുത്ത് നോക്കാം. ഓ ഗൈസ്, കയറി. ഓ സെറ്റ് ഗൈസ്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, മാരകം. ഓ, അവിടെ ഇത്തിരി ടാസ്ക്കാണ്. അവിടെ ചെരിവുണ്ട് നല്ല. പോക വെള്ളത്തിലോട്ട്. ഓ ഗൈസ്, ചെറിയ സീനാണ്ടോ അവിടെ.
അത് വേറെ വഴി കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം. ഇപ്പം തന്നെ ചെരിഞ്ഞ്. പോരുന്നു പോയിൽ. രക്ഷപ്പെട്ട്. നമ്മുടെ വണ്ടി നിൽക്കുന്ന നിപ്പ് കണ്ടോ, 2 ടയറും മേലെ നിൽക്കുന്നത്. ഫ്രണ്ട് ടയർ പൊങ്ങിനിപ്പോൾ ഇത് അനക്കിയ നിലത്തു എന്നുള്ളൊരു സ്കീമാണ് ഇപ്പം. എന്താ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഇപ്പം എങ്ങനെ എടുക്കും നോക്കിയാലോ. ഇല്ല എടുക്ക നോക്കട്ടെ. സാധനം ഇത്തിരി ടാസ്ക്കാണ് എങ്കിലും നോക്കാം. ഓ ഗൈസ്, ഇതിന്റെ മൂഡ് വേറെ ഉണ്ട്, ഒന്നും പറയാനില്ല, പൊളി. ഓ ഗൈസ്, നമ്മളുടെ വന്ന വഴി ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടി നോക്കാം കേട്ടോ. ഓ പൊളി. ഗൈസ്, അവനോട് നിന്ന് ഇങ്ങനെ ഇറങ്ങി അറ്റം വരെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് അതേപോലെ തന്നെ വന്നിട്ടോ. പൊളി. ടയറൊക്കെ ഫുള്ള് ചെളിയായി. ഓ ഗൈസ്, നമ്മളുടെ ഈ ഒരു സംഭവം കയറ്റാൻ ശ്രമിക്കാം കേട്ടോ. കുറച്ച് കല്ലൊക്കെ ഉണ്ട്. കമോൺ. ഓ ഗൈസ്, തങ്ങി. ഓ കമോൺ. കേറിയില്ല, മറിഞ്ഞ് നേരത്തെ. ഓ ഗൈസ്, കുറച്ച് സീനാണ് കേട്ടോ. നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം. ഓ ഗൈസ്, ഇവിടെ വൻ ചെളി സെറ്റപ്പിലായിട്ട് നമ്മൾ ഓടിച്ചോണ്ടിരിക്കണേ. ആള് വെറുതെ പൊളിയായിട്ട് കയറിക്കൊണ്ട്. ചെളിയൊന്നും അല്ലാത്ത സെറ്റപ്പാണ്. ഓ ഭയങ്കര വെയിലും ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. നമ്മൾ ഈ നട്ട് വെയിലത്താണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത്. ഗൈസ്, അവിടെ ഇറങ്ങുമെന്ന് നോക്കാം. നമ്മൾ പതിയെ യെസ്. വണ്ടിക്കൊരു കുഴപ്പമില്ല കേട്ടോ. വണ്ടി സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. വണ്ടി നമ്മുടെ ടയർ ട്രാക്സസിൻ്റെ ഡിഫൻഡറിൻ്റെ ടയറിന് അത് യൂസ് ചെയ്തേക്കണം. ഡിഫൻഡറിൻ്റെ ടയർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ്. കമോൺ ഗൈസ്, വണ്ടി വെറുതെ സിമ്പിളായിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ തന്നു നമുക്ക് ഈ വഴി പോവാം. ഇതിനകത്ത് എക്സ്ട്രാ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ലൈറ്റ് എക്സ്ട്രാ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതേ ഫ്രണ്ടിലെ ഈ വിഞ്ച്, ഇങ്ങനത്തെ ആക്സറീസൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ എനിക്കൊന്നും നല്ല വിലയാണ് ഈ ക്രോളേഴ്സിൻ്റെ ഒക്കെ ആക്സറീസിന്. എന്താ റിയൽ വണ്ടിയുടെ സെറ്റപ്പിൽ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ടയർ ട്രാക്സസ് ഡിഫൻഡറിൻ്റെ ടയറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണത്. എന്താ ട്രാക്സസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡിഫൻഡറിൻ്റെ ടയറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണത്. പിന്നെ ഇതേ ബാക്കിൽ
ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വില വരും. ഈ വണ്ടിക്ക് ഏകദേശം ഒരു 45,000 രൂപ അടുത്ത് പുറത്ത് വില വരുന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഷിപ്പിങ്ങും എല്ലാം കൂടി കൂട്ടി കുറച്ച് പൈസ ചിലവാകുമായിരിക്കും. ആരാണോ കൈ കാണിച്ച് ആരാന്ന് മനസ്സിലായില്ല. അപ്പോൾ അത്രയും പൈസ വരും സംഭവം. ഗൈസ് ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പെർഫോമൻസ് ഉള്ള സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 45,000 50,000 രൂപ മേളിലോട്ട് നോക്കിയാൽ മതി. എന്നാലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചതാണ്. ഇത് എല്ലാവരും വിചാരിച്ചത് ഡിഫൻഡർ ആണെന്നാണ്. പക്ഷേ ഡിഫൻഡർ അല്ല, ഇത് ജി വാഗനാണ്. എംബ്ലം ഇല്ലാത്ത ജി വാഗൻ, ബെൻസിൻ്റെ എംബ്ലം ഇല്ലാത്ത ജി വാഗനാണ് കേട്ടോ. കൂർക്കയുമല്ല, കൂർക്കയാണെന്ന് വിചാരിക്കരുത് ആരും. ഇതാണ് ഇതിൻ്റെ റിമോട്ടിൻ്റെ കുറേ പരിപാടീസ് ഉണ്ട് ഇതിനകത്ത്. തനിയെ മൂവ്, അതായത് നമ്മളിപ്പോൾ ഈ ക്രോളിങ് റേസൊക്കെ നടക്കുന്നുണ്ട്, അതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ പതിയെ മൂവായി ഇങ്ങനെ പൊക്കോളും. നമ്മൾ ജസ്റ്റ് സ്റ്റിയറിങ് തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. ഗൈസ് നമ്മുടെ ബോട്ടിൻ്റെ വീഡിയോ 1.5 ലാക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടോ. അതായത് നമ്മൾ ഈ വഴിയാണ് ഓടിക്കുന്നത്. അതായത് ഈ കാന നിറഞ്ഞിട്ടാണ് ഈ റോഡിലോട്ടൊക്കെ വെള്ളം കയറി. ഇവിടെ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കംപ്ലീറ്റ് വെള്ളമായിരുന്നു. ഈ കാന നിറഞ്ഞ് പൊങ്ങി, കാന അല്ല ജസ്റ്റ് ഒരു തോടാണ്, നല്ല തോടായിരുന്നു. ഇപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ വന്ന് ഇങ്ങനെ അലമ്പായതാണ്. അപ്പോൾ ഈ വെള്ളം നിറഞ്ഞ് പൊങ്ങി ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് നമ്മൾ ബോട്ട് ഓടിച്ചത്. നമ്മളപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇത് ഫുള്ള് ഭയങ്കര വെയിലുണ്ടോ. അതായത് ഇപ്പോൾ സമയത്ത് 3 മണി ഉണ്ടാവില്ലേ? 3:30 ഗൈസ്, ആ ടൈമൊക്കെ ഏകദേശം ആയി. അപ്പോൾ നമുക്കിത് ഷൂട്ട് ചെയ്യേണ്ട സ്ഥലം അവിടെയാണ് കുറച്ച് മല പോലത്തെ ഏരിയ ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ കുറച്ചൊരു ഭംഗിയാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ തണലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ ഈ RCയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ എന്താ പറയുക പുതിയ ചാനലും വീഡിയോസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം 1-2 പേര് നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞു, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത്. പക്ഷേ അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് പറയാത്തത്. അപ്പോൾ 1-2 പേര് നമുക്ക് അങ്ങനെ മെസ്സേജ് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം അവരുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് അവർ ചെറിയ ക്രോളേഴ്സിൻ്റെ വീഡിയോസൊക്കെയാണ് ചെയ്തത്. ഞാൻ അതൊക്കെ എടുത്ത് കാണാറുണ്ട് കേട്ടോ. ഞാൻ എല്ലാ മലയാളം റിവ്യൂസും RCക്കാരന് കാണും. അപ്പോൾ അവരെയും കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ RCക്കാർ സെയിൽ എന്ത് വെയില RCക്കാരന് നമ്മൾ സെയിലിനായിട്ടൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ RC മോട്ടോ വർക്ക്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് ഏകദേശം ഒരു 10,000 രൂപ തൊട്ട് മുകളിലോട്ടുള്ള കാർസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് RCക്കാർ വാങ്ങാനോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസോ, ഹോബി ഗ്രേഡ് RCക്കാർ മാത്രം കേട്ടോ, കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കേസ് മറക്കണ്ട, നിങ്ങൾ അവരുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോവാണ്ടോ. വെയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല ഗൈസ്. അവിടെ കുറച്ച് മാരക സ്ഥലം കേട്ടോ, അവിടുത്തെ വിഷ്വൽ വേറെ ലെവലായിരിക്കും, നോക്കിയോട്ടോ ഗൈസ്. ഇതാണ് ഇന്നത്തെ വീഡിയോ, ക്രോളറിൻ്റെ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട്
അല്ല അടുത്ത നമ്മുടെ വീഡിയോ ലെക്സസിന്റെ ആയിരിക്കും അല്ലേ ഗൈസ്? ലെക്സസിന്റെ ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശരി, ബൈ. ഗൈസ് വണ്ടി ഇതേ ഇത്രയും ചെളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് വിചാരിക്കണമല്ലോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിൽ ഇതുവരെ പോയിട്ടില്ല, കട്ട വെയിൽ സീൻ. ഇത് വീട്ടിൽ പോയി ഒന്ന് കഴുകി സെറ്റാക്കണം.